നമസ്കാരം. ഞാൻ ഡോക്ടർ ജോൻ ഫെലിസിറ്റ സാംസൺ, പ്രൊഫസറായിട്ട് ഡോക്ടർ സോമറൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണത്തിൽ ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത് ചെറുപ്പക്കാരെയും പ്രായമായവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമായ ഡാൻഡ്രഫ് എന്നുള്ളതാണ്. ഡാൻഡ്രഫ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും പലരും അത് ഒരു അസുഖത്തിനെ അല്ല, തലയിൽ വരുന്ന ഏതുതരം പൊരിച്ചിലും നമ്മുടെ ഭാഷയിൽ ഡാൻഡ്രഫ് എന്ന് പറയാറുണ്ട്. സാധാരണ നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളതിനെയാണ്, അതിൻ്റെ ഡ്രൈ ഫോമിനെയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇതുപോലെ തലയിൽ പൊരിച്ചിൽ വേറെ പല കാര്യങ്ങൾക്കും വരാം. വേറെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് സോറിയാസിസിനുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയൊന്ന് തിരിച്ചറിയാം? ഇതിപ്പോൾ ഇതേതായാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചികിത്സിക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ്, അതായത് താരൻ ഡാൻഡ്രഫ് എന്ന് പറയുന്ന കാര്യം ഈ നമ്മൾ സാധാരണ കാണുന്നത് കൗമാരപ്രായക്കാർക്കാണ് അത് തുടങ്ങുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു 10 വയസ്സ് തൊട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കാണാനറിയും. പലപ്പോഴും കോമൺ ആയിട്ട് ഒരു 15 വയസ്സിന് ശേഷമാണ് ഈ ഡാൻഡ്രഫ് കാണാറുള്ളത്. ഈ പൊരിച്ചിൽ കുഞ്ഞ് പൊടി പോലത്തെ സ്കെയിൽസ്, അതായത് ചെതമ്പൽ പോലത്തേതായിരിക്കും, പൊടിയായിരിക്കും. തല ഒരുമാതിരി മുഴുവൻ തലയും കാണും, നല്ല ചൊറിച്ചിലും അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ താരൻ, അതായത് കോമൺ ആയിട്ട് ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് സിമ്പിൾ ഫോമിൽ കാണുന്നത്. അത് വലിയ ചൊറിച്ചിൽ ഒന്നുമില്ല, ചെറിയ പൊടിയേ ഉള്ളെങ്കിൽ സാധാരണ ഏത് തരം ഷാമ്പു ഒന്ന് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കീറ്റോകോണസോൾ ഷാമ്പൂസ് ഉണ്ട്, പിന്നെ വേറെ പല കെമിക്കൽ, അത് ആവശ്യമനുസരിച്ച് ഷാമ്പൂസ് മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അത് ചെയ്യേണ്ട രീതി, ഏതൊരു ഷാമ്പു ആണെങ്കിലും തല നനച്ച് തലയോട്ടി പതിപ്പിച്ച് ഒരു 4-5 മിനിറ്റെങ്കിലും വച്ചിട്ട് വേണം കഴുകിക്കളയാൻ. അതിൻ്റെ കാഠിന്യം അനുസരിച്ച് കാര്യമായി ഉണ്ടെങ്കിൽ 1 അടം ഇന്ന് ചെയ്താൽ നാളെ വേണ്ട മറ്റന്നാൾ 1 അടം ചെയ്യാം. ഇല്ല വലിയ കുഴപ്പമില്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം, ഇനി നല്ല കൺട്രോൾ ഉള്ളപ്പം ആഴ്ചയിൽ 1 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതിയാവും ഈ ഷാമ്പു. അത് ഞാൻ പറഞ്ഞതുപോലെ ആ കൗമാരപ്രായക്കാരി കണ്ടു തുടങ്ങിയാലും ഒരു 25-30 വയസ്സ് വരെ കാണാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ആലോചിച്ച് വിഷമിക്കേണ്ട. കുറഞ്ഞില്ല, ഞാൻ ഇത്രയും കാലം മരുന്ന് ഉപയോഗിച്ചു, ഇത്രയും കാലം ഞാൻ ഷാമ്പു ഉപയോഗിച്ചു, ഞാൻ എന്തൊക്കെയോ ചെയ്തു, എന്നിട്ട് കുറയുന്നില്ല, അങ്ങനെ ഒരു ടെൻഷൻ ആവേണ്ട ഒരു കാര്യവുമില്ല. ഇത് റെഗുലറായിട്ട്, കാരണം ഈ ഡാൻഡ്രഫ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് അപ്പോഴും ബോഡിയിൽ ആക്റ്റീവാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഹോർമോണെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പുറത്ത് കാണുന്ന ഡാൻഡ്രഫിനെ നമ്മളത് സമാധാനമായിട്ട് റെഗുലറായിട്ട് വാഷ് ചെയ്ത് കളയുക. അത് ചില സമയം കൂടും, പനിയൊക്കെ വരുമ്പം ബോഡിയിലെ വ്യത്യാസങ്ങൾ കാരണം കൂടും. അപ്പം ഈ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തുകൊണ്ടിരുന്ന ആൾ പോലും 1 അടം ചെയ്യേണ്ടി വരും. ടെൻഷൻ, ജോലി തിരക്ക്, ഇതുപോലെ എന്ത് വന്നാലും ഈ ഹോർമോണിലെ വ്യത്യാസങ്ങൾ കാരണം ഈ ഡാൻഡ്രഫ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് തീരുമാനിച്ച് ആഴ്ചയിൽ ഒന്നെന്നുള്ളത് ആഴ്ചയിൽ 2 1 അടമോ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ്. അതുപോലെ തലയിൽ പൊരിച്ചിൽ സോറിയാസിസ് കാരണവും വരാം. പക്ഷേ സോറിയാസിസിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതിനധികം ചൊറിച്ചിൽ കാണത്തില്ല. രണ്ടാമത് ഫുൾ തലയും ഇൻവോൾവ് ആയിരിക്കത്തില്ല. 1 2 3 ഇങ്ങനെ പാച്ചസ് ആയിട്ടായിരിക്കും വരുന്നത്. ആ ചെതമ്പൽ, ആ സ്കെയിൽസ് കുറച്ചുകൂടി വലുതായിരിക്കും, നമ്മുടെ കുറച്ച് വലിയ സ്കെയിൽസ് ആയിരിക്കും, ചെതമ്പലായിരിക്കും. അപ്പം ഇതാണ് സോറിയാസിസിൻ്റെത്. അത് ശരീരത്തിൽ വേറെ പാടുകളോടെയോ പാടുകളില്ലാതെയോ വരാം. ഏതായാലും തലയിലുള്ളത് നമുക്ക് പലതരം ഷാമ്പു ഉണ്ട്. ടാർ കണ്ടെയ്ൻ ചെയ്യുന്ന ഷാമ്പു, സാലിസിലിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഷാമ്പു, അതുപോലെ ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് തലയിലെ ഇതിന് ആശ്വാസം കിട്ടാം. പക്ഷേ എന്തായാലും ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് എന്താണെന്ന് കാര്യം മനസ്സിലാക്കി ആ രീതിക്ക് ചികിത്സിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.